അച്ഛനൊരു പൊതുപ്രവർത്തകനാണ്, നിയമസഭാ ജീവനക്കാരനാണ്. ശനിയാഴ്ച രാവിലെ 11 മണിക്കൂടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായിട്ട് വന്നതാണ്. 12 മണിയായപ്പോൾ ആ ലിഫ്റ്റിൽ കയറി 11ാം നമ്പർ ലിഫ്റ്റിലാണ് കയറിയത്. OP ടിക്കറ്റ് എടുക്കുന്നതിന് അവിടെ ആ ലിഫ്റ്റ് മുകളിലേക്ക് പോയി പെട്ടെന്ന് താഴേക്ക് വന്ന് നിൽക്കുകയാണ് ചെയ്തത്. ശനിയാഴ്ച 11 മണിക്ക് ശേഷം ഇന്ന് രാവിലെ 6 മണി വരെ ആളുടെ ലിഫ്റ്റിൽ തന്നെയായിരുന്നു. ആ ലിഫ്റ്റിലുള്ള അലാറങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അച്ഛൻ അതിനകത്തുള്ള നമ്പേഴ്സിൽ വിളിച്ചു നോക്കി, ആ നമ്പേഴ്സ് എടുത്തിട്ടില്ല. പിന്നെ ആളുടെ ഫോൺ സ്വിച്ച് ഓഫ്. ഞങ്ങൾ ഇന്നലെ മെഡിക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ്. ഇന്നലെ മുതൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആൾ ഇതിനകത്താണെന്നുള്ള യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 6 മണിക്ക് ഒരു ലിഫ്റ്റ് ഉദ്യോഗസ്ഥൻ വന്ന് തുറക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതിനകത്തുള്ള എല്ലാ സജ്ജീകരണങ്ങളും നോക്കിയതാണ് ആള്. ആ ലിഫ്റ്റ് ഇപ്പൊ സൂപ്രണ്ടിന്റെ ഭാഗത്ത് പറഞ്ഞാൽ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ആ ലിഫ്റ്റ് തുറന്ന് ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ലിഫ്റ്റ് ആയിരുന്നു അത്. അതിനകത്ത് കയറി ആൾ മുകളിലേക്ക് പോയ ശേഷമാണ് പെട്ടെന്ന് താഴെ വരുന്നത്. ഇവരാരും തന്നെ ഇന്ന് രാവിലെ തുറക്കുന്ന സമയത്ത് ലിഫ്റ്റ് ഒരു ഹൈറ്റിലാണ് നിന്നിരുന്നത്. ഇത് സ്റ്റക്കായി നിൽക്കുന്ന കാര്യം ഇവരാരും തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സോ അതുപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാർ ആരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഈ ദിവസം 6 മണി ഏകദേശം 2 രാത്രിയോളം അതിനകത്തുണ്ടായിരുന്ന ആള് എല്ലാ ശബ്ദവും അലാറും എല്ലാം തട്ടി നോക്കിയിട്ട് ആരും തന്നെ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 6 മണിക്കാണ് ആളെ അതിനകത്ത് വരുന്നത്. കിട്ടിയില്ല അല്ലെ? ഫോൺ ലിഫ്റ്റിന് താഴെ വന്നപ്പോൾ തന്നെ ആളെ ഫോൺ ഓഫായി. വിളിച്ച ശേഷം ഓഫായി. ഇവിടെ നിന്ന് 1 നമ്പറിൽ വിളിച്ച ശേഷം പിന്നെ ഓഫായി നമ്പർ. പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ആളെ അന്വേഷിക്കുന്നുണ്ട്. സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇന്ന് രാവിലെ 6 മണി തുറക്കുമ്പോൾ ഒരു ലിഫ്റ്റ് ഉദ്യോഗസ്ഥൻ വന്ന് അച്ഛൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് കുറച്ചുകൂടി ഉയരത്തിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഇത് കംപ്ലൈന്റ് ആയി നിൽക്കുകയാണെന്നുള്ള കാര്യം ആർക്കും കണ്ടാലും മനസ്സിലാവും. ലിഫ്റ്റ് കംപ്ലൈന്റ് ആയി നിൽക്കുകയാണെന്ന് കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് പോലും ആരും ആ ലിഫ്റ്റിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, ആ ലിഫ്റ്റ് ശരിയാക്കാൻ 2 ദിവസമായിട്ട് ആ ലിഫ്റ്റ് ശരിയാക്കാൻ ഒന്നും തന്നെ ആരും പോയിട്ടില്ല. അതിനകത്ത് അലാറം പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ അതിന് ലിഫ്റ്റ് ഓപ്പറേറ്റർ അങ്ങനെ അത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അമ്മ ഇവിടെ തന്നെ ജീവനക്കാരിയാണ്. അമ്മ ഇവിടെ ജീവനക്കാരിയാണ്. എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്താ അല്ലെ, ഒരു വേറെ ഗർഭിണിയായിട്ടൊരാളോ അല്ലെങ്കിൽ ഒരു ഹൃദയത്തിന് പ്രശ്നമുള്ള ആളോ ആയിരുന്നുണ്ടെങ്കിൽ ഈ 2 ദിവസം അതിനകത്ത് രാത്രി എങ്ങനെയായിരിക്കും എന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ എന്റെ അച്ഛന് വന്ന് മറ്റൊരാൾക്ക് വരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഒരു ലിഫ്റ്റ് അതിനകത്ത് ഒരു സജ്ജീകരണങ്ങൾ വേണം. ഒരാളെ അതിനകത്ത് പെട്ടുപോയെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും അത് ശ്രദ്ധിക്കണം. ആ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. പേരെന്താ? ഹരി എന്നാണ്.